മോഹൻലാലിൻ്റെ തുടരും ചരിത്ര വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് രണ്ടാമതും ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ശരിക്ക് ആഘോഷിക്കുകയാണ് പ്രേക്ഷകർ. എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാ നിറത്തിലുള്ളവരും രാഷ്ട്രീയക്കാരടക്കം. അതിൽ ജാതി മത ഭേദമന്യൊന്നുമില്ല. പറയുന്നത് ഇങ്ങനെയാണ്: 5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് മോഹൻലാലിനെ തിരിച്ചു കിട്ടി. എല്ലാ അർത്ഥത്തിലും തമാശ കാണിക്കുന്ന, കുട്ടിക്കളി കാണിക്കുന്ന, അടിപിടി കൂടുന്ന, ഗൗരവമായി അഭിനയിക്കുന്ന അങ്ങനെയുള്ളൊരു ലാലിനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ആ തിരിച്ചു കിട്ടി എന്ന് അറിഞ്ഞ് സിനിമ കാണാൻ വീണ്ടും വീണ്ടും സിനിമ കാണാൻ പോകുന്നവർക്ക് അവസാനം കണ്ണുകൾ നിറച്ചിട്ടാണ് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ വരുന്നത്. അവിടേക്ക് എത്തിച്ചപ്പോൾ ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഗംഭീര വിജയം. ചരിത്ര വിജയം എന്ന് പറയുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല, ചരിത്ര വിജയം തന്നെയാണ്. എന്താണ് ഈ ചരിത്ര വിജയം ഈ സിനിമയ്ക്ക് സമ്മാനിച്ചത്? കഥയാണോ? അഭിനയമാണോ? തിരക്കഥയാണോ? സംവിധാനമാണോ? സ്റ്റണ്ട് രംഗമാണോ? പ്രകൃതി ഭംഗിയാണോ? ക്യാമറ ദൃശ്യമാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോൾ ഇതെല്ലാം ഒത്തുകൂടിയതാണ്, കുറ്റമില്ലാത്തതാണ് ഈ സിനിമയുടെ വിജയം എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് മോഹൻലാലിൻ്റെ സാധാരണ സിനിമയെ അപേക്ഷിച്ച് വളരെ കോസ്റ്റ് കുറഞ്ഞതാണെന്നാണ് കേൾക്കുന്നത്. കാരണം എമ്പുരാന് ശേഷം വരുന്നൊരു സിനിമ, എമ്പുരാൻ്റെ കോടികൾ ചെലവിട്ടുള്ള കണക്കുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല, പറഞ്ഞു കേട്ടതാണ്. അതിൻ്റെ എത്രയോ കുറഞ്ഞ് ചെലവഴിച്ച സിനിമ. ആ സിനിമയാണ് കോടികൾ വാരിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രചരണം. ആദ്യം ഞാൻ ഈ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് തോന്നി. ആ ഒരു പ്രാവശ്യം കൂടി കാണാൻ തോന്നാൻ കാരണം ഇന്നേക്ക് 11 ദിവസമായെങ്കിലും സിനിമ റിലീസ് ചെയ്ത് 7ാമത്തെ ദിവസമാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം കണ്ടത്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അതിനുശേഷവും അനുദിനവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, പ്രത്യേകിച്ച് പരിചയമുള്ളൊരു തിയേറ്റർ ആയപ്പോഴും അവിടെ മിക്ക ദിവസവും പോകുന്നത് കൊണ്ട് ആ കാഴ്ച കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ എപ്പിസോഡ് കൂടി ഇങ്ങനെ ചെയ്യാൻ കാരണം. എന്താ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച? സാധാരണ പറയാറുണ്ട്, സ്ത്രീകൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ വിജയിക്കും, അതല്ലെങ്കിൽ കുട്ടികൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ വിജയിക്കും. കാരണം ഈ 2 പേർക്കും ഇഷ്ടപ്പെട്ടാൽ അവരോടൊപ്പം, സ്ത്രീയോടൊപ്പം കുഞ്ഞുണ്ടായിരിക്കും, ഭർത്താവ് ഉണ്ടായിരിക്കും. കുട്ടിക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ അച്ഛനും അമ്മയും എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. മറ്റു അംഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മിനിമം 5 പേരെങ്കിലും ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സിനിമ കാണാൻ വരുമ്പോഴോ വീട്ടിൽ പ്രായമുള്ളവർ സിനിമ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി അവിടെ ഇരുത്താറാണ് പതിവ്. ഇവിടെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. ഇവിടെ കുടുംബസമേതം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അടക്കമുള്ളവർ വരെ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതന്വേഷിക്കാനാണ് 2ാമത് ഞാൻ സിനിമ കാണാൻ പോയത്. 2ാമത് സിനിമ കാണാൻ പോയത് കേട്ടത് നിജമാണ് എന്ന് പറയുന്നത് പോലെ സത്യമാണ്. ആ സത്യം എങ്ങനെ? ഈ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നടക്കാൻ വയ്യെങ്കിലും മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കൈക്ക് പിടിച്ചുകൊണ്ട് ആവേശപൂർവ്വമാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ആ തിയേറ്ററിലേക്ക് ആവേശപൂർവ്വം പോകുന്ന അവരെ മാത്രമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. കാരണം സിനിമ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ആവേശമുണ്ട്. കാരണം അവർക്കും ഒരു ചെറുപ്പമുണ്ടായിരുന്നു. ആ ചെറുപ്പത്തിലെയും അവർ സിനിമ കണ്ടിട്ടുണ്ട്. അന്നും അവർ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. ആ ഒരു ആവേശം ഇപ്പോഴും അവരിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ഞാൻ 2ാമത് കാണാൻ പോയ ദിവസം സ്ത്രീകളുടെ പ്രവാഹം തന്നെയാണ്. പുരുഷന്മാർ വളരെ കുറവായിരുന്നു ആ ഷോയ്ക്ക്. എന്നാലോചിക്കണം, സ്ത്രീകളാണ് ഇടിച്ചു കയറി വരുന്നത്. അത് ഒരു ദിവസമല്ല, ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത്രമാത്രം സ്വാധീനിക്കാൻ എന്താണ് കഴിയുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം വരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം വരുമ്പോൾ എന്താ, ഈ ഇരിക്കുന്ന പ്രായമായ സ്ത്രീകൾ ഈ മോഹൻലാലിനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ജോർജ് സാറാണല്ലോ ഇപ്പോൾ തരംഗം. ആ തരംഗമായ ജോർജ് സാറിൻ്റെ പ്രവർത്തികൾ, ജോർജ് സാറിനൊപ്പം നിൽക്കുന്ന നമ്മുടെ കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ബിനു പപ്പൻ്റെ പ്രകടനങ്ങൾ, അതായത് ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള കണ്ടപ്പോൾ ഈ സ്ത്രീകളടക്കം വിളിച്ച് അടിക്കില്ലേട്ടാ. ഇതാണ് ഞാൻ വിചാരിച്ച ആദ്യം ഫാൻസുകാർ, ലേഡി ഫാൻസിൻ്റെ ആരെങ്കിലും പറയണമെന്ന, ഫാൻസുകാർ ആ ഷോയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, ഈ ലാല് ആക്ഷൻ സമയത്ത് മതിൽ ചാടിക്കയറിയുന്നുണ്ട്. ആ ചാടിക്കയറി ഇറങ്ങുന്ന സമയത്തുള്ള ക്ലാപ്സ് അതും സ്ത്രീകളുടെ ഭാഗത്താണത്. ഇത് പോരെ ആ സിനിമ വിജയിക്കാൻ? ഇത് ഒരു കാര്യം മാത്രമാണ്. അതിനേക്കാൾ ടച്ച് ചെയ്ത കാര്യങ്ങളുണ്ട്. ഈ സ്റ്റണ്ട് എടുക്കുന്ന സമയത്ത് പലരും വിചാരിച്ചില്ല, സ്റ്റണ്ട് എടുക്കുന്ന സമയത്ത് ആ ലാലിനെക്കുറിച്ച് അതിൻ്റെ നിർമ്മാതാവും മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സൂചന നൽകിയതാണെങ്കിലും ഇതിപ്പോൾ നമുക്ക് അന്ന് ആ പനി പിടിച്ച് വിറച്ച് കിടക്കുന്നൊരു സമയമായിരുന്നു ലാല് ആ സ്റ്റണ്ട് അഭിനയിക്കുന്ന സമയത്ത്. അന്ന് രഞ്ജിത്ത് പറഞ്ഞു, ലാലേട്ടാ നമുക്കിത് മാറ്റി വയ്ക്കാം, നിങ്ങൾ അസുഖം മാറട്ടെ എന്നുള്ളത്. അന്ന് ലാല് പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി വീണ്ടും ഈ ലൊക്കേഷനിലേക്ക് വരണം, ഈ ആർട്ടിസ്റ്റിനെ വിളിക്കണം, ഇതിൻ്റെ ചിലവ് കൂടും, അന്ന് എടുക്കുമ്പോൾ പക്ഷേ ഈ മൂഡ് കിട്ടണമെന്നില്ല, മാത്രമല്ല അന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, അതുകൊണ്ട് പനിയല്ലേ, പനിയെങ്കിൽ പനി അത് ചെയ്യാം. ആ പനിക്കിടയിലാണ് ഈ സ്റ്റണ്ട് ചിത്രീകരിച്ചത്, ഇത്രയും മനോഹരമാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ലാലൊരു ക്ലാപ്സ് കൊടുക്കും. അതായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചത്. മറ്റൊരു രസകരമായി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കുളിമുറിയുടെ ഒരു സീനുണ്ട് ശരിക്കും. അതായത് ഈ ദുഃഖം പുറത്ത് പറയാൻ പറ്റാത്ത, ഭാര്യയോട് പറയാൻ പറ്റാതെ, ഇത് പുറം ലോകം അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുളിമുറിയിൽ ചെന്നുകൊണ്ടുള്ള സീൻ. അവിടെ ലാല അറിയാതെ ചുമരിലിങ്ങനെ ചാരി നിന്നുകൊണ്ട് പെട്ടെന്ന് വീഴുന്നൊരു സീനുമുണ്ട്. അപ്പോൾ വീഴുന്നു, അയ്യോ അയ്യോ എന്ന ശബ്ദമാണ് ഈ സ്ത്രീകളിൽ നിന്ന് കേട്ടത്. അതിന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഷൂട്ടിംഗ് സമയത്ത് ലാല് ഇങ്ങനെ വീണപ്പോൾ കട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ, സംവിധായകൻ അടക്കമുള്ളവർ. കാരണം അത് ലാലിൻ്റെ ഒരു നമ്പറാണ്. ലാല് അറിയാതെ വീണു എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ലാല് പല രംഗങ്ങളിലും പല സിനിമകളിലും ഇങ്ങനെ അറിയാതെ ഞെട്ടിപ്പിക്കുന്ന സീനുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ഒറിജിനാലിറ്റിയോടെ മോഹൻലാൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് മോഹൻലാലിനെ കുറിച്ച് മാത്രം പറയുന്നത്? നിങ്ങൾ മോഹൻലാലിന് ഒരു എതിരാളി പോലും വന്ന ഈ ജോർജ് സാറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത്? അല്ലെങ്കിൽ ബിജു പപ്പനെ കുറിച്ച് എന്താണ് പറയാത്തത്? ആരെക്കുറിച്ചും മോശമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ്. കാരണം വില്ലൻ അതിവില്ലൻ തന്നെയാണ്. കുറേ കാലമായി പപ്പുവിൻ്റെ മകൻ അസോസിയേറ്റ് ഡയറക്ടറായും അഭിനേതാവും തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നു. നമുക്കൊക്കെ ധൈര്യപൂർവ്വം പറയാം, ലാല് ഇത്രയും വർഷം പിന്നിട്ടു, ചെയ്യാത്ത വേഷങ്ങളില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ പുതിയ ഒരു തലമുറയിൽപ്പെട്ടവരാണ്. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ കളിക്കുന്ന 11 മണിക്കുള്ള ഷോയ്ക്ക് പോലും ഈ സ്ത്രീകളുടെ ജനപ്രവാഹം തന്നെയാണെന്ന് ആലോചിക്കണം. പിന്നെ എങ്ങനെ ഈ സിനിമ രക്ഷപ്പെടാതിരിക്കും? അതുമാത്രമല്ല, മറ്റു ഭാഷകളിലേക്ക്, OTTയിലേക്ക് രഞ്ജിത്തിൻ്റെ, നിർമ്മാതാവായ രഞ്ജിത്തിൻ്റെ നല്ല മനസ്സ് പോലെ തന്നെയാണ് ഈ സിനിമയുടെ വിജയം, ഒപ്പം ആ കുടുംബത്തിൻ്റെയും. അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് എന്നും അഭിമാനിക്കാൻ ഒരു നല്ല സിനിമ തന്നിരിക്കുന്നു. അതിൽ ലാലിനോട് പ്രത്യേകിച്ച് നന്ദി പറയാം, ജോർജ് സാറായിട്ട് അഭിനയിച്ച മാന്യ സുഹൃത്തിനോട് നന്ദി പറയാം, പോലീസായിട്ട് അഭിനയിച്ച ബിജുവിനോട് നന്ദി പറയാം. എന്തിന് ശോഭനയ്ക്ക് പോലും കൊടുത്ത വേഷം ഭംഗിയായിരിക്കുന്നു. ശോഭനയുടെയും മോഹൻലാലിനെയും മക്കളെ അഭിനയിച്ച രണ്ടുപേരും അതും അതിമനോഹരമായിരിക്കുന്നു. ഇത് മാത്രമല്ല, മണിയും പിള്ള, രാജു അടക്കമുള്ളവരുണ്ട്. ആരും മോശമായിട്ടില്ല, ഒന്നും കളയാനില്ല. അതാണ് ഈ 5 വർഷത്തിന് ശേഷം
മോഹൻലാൽ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ തുടരും എന്ന സിനിമയെക്കുറിച്ച് രണ്ടാമത് കണ്ട എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ മൂന്നാമതും ഞാൻ ഈ സിനിമ കാണുമായിരിക്കാം. അപ്പോൾ അതേക്കുറിച്ച് പറയാം.